ജീവിതം എൻ്റെ പ്രിയമുള്ളവരെ ഖുർആൻ പറഞ്ഞതനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മുടെ ജീവിതം ആക്കി നമ്മൾ മാറ്റണം. എങ്കിലേ നമുക്ക് ആഖിറം കിട്ടുകയുള്ളൂ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആഖിറം കിട്ടണമെങ്കിൽ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതനുസരിച്ചുള്ള ജീവിതം നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കണം. വിശുദ്ധമായ ഖുർആനാക്കി മാറ്റണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആദരവാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പിൻപറ്റണം. നമ്മൾ പിൻപറ്റുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ ആയി മാറുന്നത്. നാളെ ആഖിറ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നത്. നമ്മുടെ ജീവിതം അള്ളാന്റെ റസൂലിന്റെ ജീവിതമാക്കി മാറ്റണം. എന്താണ് അള്ളാന്റെ റസൂലിന്റെ ജീവിതം? എന്തായിരുന്നു? ഒരിക്കലും ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബാക്കളുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിയായ പ്രിയതമയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് മഹദി അവറുകളോട് ചോദിക്കുകയാണ്, അല്ലയോ ആയിഷ റളിയല്ലാഹു അൻഹാ, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹായോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കൾ കടന്നു വന്നിട്ട് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹായോട് ചോദിക്കുകയാ, അല്ലയോ ആയിഷ, ആദരവാകുന്ന പ്രവാചകന്റെ സ്വഭാവം എന്താണ് ആയിഷ? മഹദി അവർ കേട്ടയുടൻ തന്നെ വല്ലാതെ പൊട്ടിക്കരയുകയാ. പ്രിയമുള്ളവരെ, എന്താണെന്നറിയുമോ? അള്ളാന്റെ റസൂല് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് വെറും 3 മാസമേ ആയുള്ളൂ. ആ പേര് കേട്ടപ്പോ അവിടുത്തെ പ്രിയ സഖിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹായെ കൊണ്ടല്ലോ സഹിക്കാൻ കഴിഞ്ഞില്ല സഹോദരാ. മഹദി അവറുകൾ അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, കാന ഖുലുഖുൽ ഖുർആന, മഹാനായ പ്രവാചകന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു സഹാബത്തെ എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുണ്ടല്ലോ ആ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് കടന്നു വന്നിട്ട് സഹാബാക്കളെ ചോദിച്ചു, അല്ലയോ ആയിഷ, അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം എന്താണ് ആയിഷ എന്ന് ചോദിച്ചപ്പോ മഹദി അവറുകൾ പറയുകയാണ്, റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ഖുലുഖുൽ ഖുർആന, അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം വിശുദ്ധമായ ഖുർആനായിരുന്നു. എന്താ? വിശുദ്ധമായ ഖുർആനായിരുന്നു അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം. ഇവിടെ ഒരു വലിയ ഗുണപാഠം എൻ്റെ പ്രിയമുള്ളവര് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? വലിയൊരു ഗുണപാഠമുണ്ട്. ഒരു ഭർത്താവിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് നീ നല്ലവനാണോ ചീത്തവനാണോ എന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരേണ്ടത് അയൽവക്കക്കാരനല്ല, ബന്ധുമിത്രാദികളല്ല, പിന്നെ ആരാണ്? തന്റെ ഭാര്യ. തന്റെ ഭാര്യ ഒരു ഭർത്താവിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അദ്ദേഹം എന്റെ നല്ലൊരു ഭർത്താവാണെന്ന് പറഞ്ഞാൽ അവിടെ സംശയം കൂടാതെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം നല്ലൊരു ഭർത്താവാണ്. ഇന്നത്തെ കാലത്തെ നമ്മളൊന്ന് ചോദിക്കണം ചില ഭാര്യമാരോട്, ഭർത്താക്കന്മാരെ എങ്ങനെയുള്ളവരാണ്, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ പിന്നെ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഭാര്യമാര് പേടിച്ചൊന്നും പറയൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഈ ഇടയ്ക്ക് ഒരു വീട്ടിലെ ഈ വിനീതം പോയപ്പോ അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്കാണ്.
ഭർത്താവ് പറയുന്നത്, ഉസ്താദെ ഇവക്ക് എന്നെ സംശയമാണ്, എപ്പോഴും ഒരു സംശയരോഗമാണെന്ന് പറഞ്ഞ്. അപ്പൊ ആ ഭാര്യ കരഞ്ഞുകൊണ്ട്, ഈ കുടുംബജീവിതത്തിന്റെ ഒരു വിഷയമുണ്ട്, എന്താണെന്നറിയോ? നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് നമ്മൾ വിലയിരുത്തരുത്. ഇപ്പൊ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള വിഷയമാണെങ്കിലും, ഭാര്യയും ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയമാണെങ്കിലും, ആദ്യം ഒരു കൂട്ടരുടെ മാത്രം നമ്മൾ കേട്ടിട്ട് അഭിപ്രായം പറയാൻ നിൽക്കരുത്. രണ്ടുപേരുടെ ഭാഗത്തെയും ന്യായങ്ങൾ നമ്മൾ കേൾക്കണം. രണ്ടുപേരുടെ ഭാഗത്തെയും നമ്മൾ കേൾക്കണം. കേട്ടിട്ട് ഏതാണ് ശരിയായ രീതി എന്ന് മനസ്സിലാക്കി അവിടെ ഒരു പക്വതമായ രീതിയിൽ നമ്മള് മുള്ളിനും ഇലയ്ക്കും കേടില്ലാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞു വിടണം. ഇത് കുടുംബജീവിതം നിലനിൽക്കണമെങ്കിൽ, സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കണമെങ്കിൽ ഈ ഒരു ഹിക്മത്ത് കുടുംബജീവിതത്തിലെ ഭർത്താക്കന്മാര് പഠിക്കേണ്ടതാണ്, ഭാര്യമാര് പഠിക്കണം, എല്ലാവരും പഠിക്കണം. എല്ലാവരും പഠിക്കണം. എങ്കിലേ ആ കുടുംബജീവിതം സന്തുഷ്ടമാവുകയുള്ളൂ. ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് നമ്മൾ ന്യായീകരിക്കാൻ നിൽക്കരുത്. രണ്ടുപേരുടെ ഭാഗത്തും കേൾക്കണം. അപ്പം ഈ ഭർത്താവിനെ സംശയിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ഭാര്യയോട് ചോദിച്ചു. അപ്പൊ ആ ഭാര്യ പറഞ്ഞ എന്താണെന്നറിയോ? ഉസ്താദെ, എന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അന്യ ഒരു പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ ഞാൻ സംശയിക്കാതിരുന്നാൽ ഞാൻ സംശയിച്ചു പോകത്തില്ല, പിന്നെ എനിക്ക് എങ്ങനെ സംശയം വരാതിരിക്കും ഉസ്താദെ എന്നാണ് ചോദിച്ചത്. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഭാര്യയുടെ ഭാഗത്തല്ല തെറ്റ്, ഭർത്താവിന്റെ ഭാഗത്താ തെറ്റെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് മനസ്സിലായി, പിന്നെ ആ ഭാര്യയെ, ചില ഭർത്താക്കന്മാർ അങ്ങനുണ്ട്, ഭാര്യക്ക് സംശയം വരുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാല്, പിന്നീട് ഭാര്യമാര് സംശയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെ ശരിയാണ്? ഭാര്യ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കണം. എടാ ഭാര്യയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭാര്യയോടൊന്ന് സംസാരിക്കാതെ, അവളുടെ മുഖത്ത് നോക്കാതെ ഏതെങ്കിലും ഒരാളുമായിട്ട് നീ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഏതൊരു പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ആരോടെങ്കിലും ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന് ഭാര്യ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാതെ, അവരുടെ മുമ്പില് സ്നേഹം പ്രകടിപ്പിക്കേണ്ട സമയത്ത് സ്നേഹം പ്രകടിപ്പിക്കാതെ നീ എപ്പോഴും ഫോണിലായി ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏത് പെണ്ണിനെ സംശയം വരാതിരിക്കുന്നു? ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരോട് പറയും, എനിക്ക് കെട്ടുന്നതിന് മുമ്പ് 5-6 എണ്ണം ഉണ്ടായിരുന്നു, ചെയ്ത തെറ്റ് മറ്റുള്ളവരോട് എടുത്തു പറയരുത്, അത് തൗബയില്ലാത്ത നീ മരിക്കേണ്ടി വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്ത പാപങ്ങൾ എടുത്തു പറയരുത്, അത് വലിയ ദോഷമാണ്. ഇങ്ങനെ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ, നിന്നെ കെട്ടുന്നതിന് മുമ്പ് എനിക്ക് 5-6 എണ്ണം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംശയം ഇങ്ങനെ ഭാര്യമാരിൽ ഉണ്ടാക്കിയെടുത്ത് പിന്നീട് അവര് സംശയിക്കുമ്പോ അവര് തെറ്റുകാരായി. ഇവിടെ സംഭവം മനസ്സിലാക്കണം. എടോ, നിന്നെ സംശയിക്കുന്നതും നീ അപ്പൊ ഫോൺ എടുക്കുമ്പോൾ അവൾ ഓടി വന്നിട്ട് അങ്ങനെ ഓരോ നിനക്കിഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് നീ എന്താ മനസ്സിലാക്കാത്തത്? എന്നിൽ നിന്ന് എന്റെ ഭർത്താവ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്ത് ഭയന്നുകൊണ്ടാണ് ആ പ്രിയതമ നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നിനക്കിഷ്ടമില്ലാത്ത പ്രവൃത്തികൾ നീ ഫോൺ എടുക്കുമ്പോ, അല്ലെങ്കിൽ പിന്നീടാണ് നിന്നെ എവിടെ ചെന്നാലും 24 മണിക്കൂർ നിന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നീ ഇങ്ങനെ സംശയം വരുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഭാര്യയുടെ മുമ്പിൽ ചെയ്യില്ലായിരുന്നു, പറയല്ലായിരുന്നു, പ്രവർത്തിക്കില്ലായിരുന്നു. നിന്റെ പ്രവൃത്തിയിൽ സംസാരങ്ങളിൽ വരാൻ പാടില്ലായിരുന്നു. മനസ്സിലായോ? അല്ലാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു ഭാര്യ ഒരു ഭർത്താവിന് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് നീ യഥാർത്ഥ നല്ലൊരു ഭർത്താവാണോ ചീത്ത ഭർത്താവാണോ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുക, അവരോട് നല്ല രീതിയിൽ നിങ്ങൾ സഹവസിക്കുക, അവരോട് മോശമായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. ഞാൻ നേരിട്ട് കണ്ട ഒരു സംഭവമുണ്ട്. ഒരു വീട്ടിലൊരു ഭർത്താവ് മരണപ്പെട്ടു പോയി.
കൊണ്ടുപോയി അടക്കം ചെയ്തു. പിറ്റേ ദിവസമായില്ല, ആ ദിവസം മുതൽ ഇരിക്കണമെന്ന് പറഞ്ഞു. ആ ഭാര്യ പറഞ്ഞത് എന്താന്ന് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇരിക്കൂല, ഞാൻ ഇരുന്നാൽ എന്നെ ആരും നോക്കത്തുമില്ല. മാത്രമല്ല, ഇദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് ഒരു രീതിയിലും എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ടോ അതുപോലെ തന്നെ എന്നെ മറ്റുള്ളവർ മുമ്പ് അപമാനിച്ചിട്ടൊക്കെയുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് ധൈര്യത്തിൽ പറയുന്നത്. അപ്പൊ പറയുകയാ, ഞാൻ ഇരിക്കൂല എന്ന് പറഞ്ഞു. എല്ലാരും ആ സഹോദരിയെ കുറ്റപ്പെടുത്തി. ഇതൊക്കെ ഒരു മനസാന്നിധ്യത്തോടുകൂടി സ്വന്തമായിട്ട് ആ മനസ്സിൽ നിന്ന് വരണം. ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയി, എന്നെ ഇത്രയും നാളും പൊന്നുപോലെ നോക്കി എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. അതൊരു ഭാര്യയുടെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്താൽ ഇരിക്കണം. സ്വന്തമായിട്ട് മനസ്സിൽ തോന്നണം. അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ അത് ആ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ ആ ഭാര്യമാരങ്ങനെ പറയുകയുള്ളൂ. ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും ഒരിക്കലും ഒരു ഭാര്യയെ മറന്നു പോകത്തില്ല, ഒരു ഭാര്യയെ മറന്നു പോകൂല. അല്ലാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പലപ്പോഴും കണ്ടിട്ടുണ്ട് ഉപദ്രവിക്കുന്നത്. എന്നിട്ട് എല്ലാവരും ഇരിക്കാത്തതിന്റെ പേരിൽ ആ സഹോദരിയെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോ തന്നെ നമ്മൾ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില നമുക്ക് അറിയത്തില്ല. എന്തിനാ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെയൊക്കെ മൂല്യം നമ്മുടെ മാതാപിതാക്കള്, ഭാര്യമാര്, മക്കള്, ഇവരുടെയൊക്കെ മൂല്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് അവരോട് സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കാനും സന്തോഷിക്കാനും വേണ്ടിയല്ലേ കുടുംബജീവിതം എന്ന് പറയുന്നത്. വെറുക്കാനും വിദ്വേഷത്തോടുകൂടി കഴിഞ്ഞുകൂടാനുമുള്ളതല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. സന്തോഷിക്കാനും സമാധാനത്തിനും വേണ്ടിയുള്ളതാണ് കുടുംബജീവിതം. ഒന്നുമല്ലെങ്കിലും 18, 20, 21 വർഷം തന്റെ കൂടപ്പിറപ്പുകളോടുകൂടി ജീവിച്ച, തന്റെ മാതാപിതാക്കളോടുകൂടി ജീവിച്ച, അവരെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നീ കൊടുത്ത ആ മഹർ കൊടുത്തപ്പോ ആ പെണ്ണ് നിന്റെ ഭാര്യയായി, അങ്ങനെ ഹലാലായ ഭാര്യയായി നിന്റെ കൂടെ എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ ആനന്ദത്തിനും സുഖത്തിനു വേണ്ടിയും ഇറങ്ങി വന്നവളാ നിന്റെ ഭാര്യ. അവരോട് നല്ല രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ, അവരോട് നല്ല രീതിയിൽ സഹവസിച്ചില്ല എങ്കിൽ നാളെ പടച്ചവന്റെ മുമ്പിൽ നീ സമാധാനം പറയേണ്ടി വരും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഒരു ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് എഴുതി തരേണ്ടത് ആരാണ്? ഭാര്യമാരാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് സർട്ടിഫിക്കറ്റ് എഴുതി തരേണ്ടത് ഭർത്താക്കന്മാരാണ്. കാരണം ലോകത്തിന്റെ പ്രവാചകന്റെ സ്വഭാവം എന്തെന്ന് ചോദിച്ച സഹാബത്ത് വന്ന് ചോദിച്ചത് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് വന്ന് ചോദിച്ചപ്പോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ലോകത്തിന്റെ പ്രവാചകന്റെ അതായത് വേർപാടിൽ ദുഃഖിതയായിരുന്ന മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ദുഃഖിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്താണ്? എന്റെ ഭർത്താവിന്റെ സ്വഭാവം കാന ഖുലുഖുൽ ഖുർആനായിരുന്നു എന്റെ ഭർത്താവിന്റെ സ്വഭാവം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നമ്മൾ ഖുർആനാക്കി മാറ്റണം. ഖുർആൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഖുർആനിനെ സംബന്ധിച്ച് തന്നെ ഖുർആനിലൂടെ തന്നെ അള്ളാഹ് പറയുകയാണ്, ഈ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നീ ജീവിക്കണം. ഈ ഖുർആൻ എന്നത് എന്താണെന്നറിയുമോ? ഖുർആനിലൂടെ തന്നെ അള്ളാഹ് പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിനെ പരിചയപ്പെടുത്തുകയാ. പ്രിയമുള്ളവരെ, ഈ ഖുർആൻ എന്താണെന്നറിയുമോ? മാനവരാശിക്കാകമാന മാർഗദർശനമായി ഏകനായ ഇലാഹ് അവതരിപ്പിച്ച അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ? യഹ്ദീ ലില്ലദീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സാലിഹാതി അന്ന ലഹും അജ്റൻ കബീറാ. ഈ ഖുർആൻ എന്നത് ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിച്ചു തരികയും അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാ, വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സാലിഹാത്ത്, നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ, അതായത് വിശുദ്ധമായ ഖുർആൻ സ്വീകരിക്കുകയും ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നല്ല നല്ല പ്രവൃത്തികളും ചെയ്താൽ ഈ വിശുദ്ധമായ ഖുർആൻ എന്നതുണ്ടല്ലോ മതനിയമങ്ങൾ മാത്രം പറയുന്ന ഒരു വേദഗ്രന്ഥമല്ല. പിന്നെ ഒരു സമൂഹത്തോട് എങ്ങനെയാ പെരുമാറേണ്ടത്, ഒരു മനുഷ്യനോട് എങ്ങനെയാ സംസാരിക്കേണ്ടത്, ഒരു മനുഷ്യനോട് എങ്ങനെയാ പെരുമാറേണ്ടത്, മാതാപിതാക്കളോട് എങ്ങനെയാ പെരുമാറേണ്ടത്, പെണ്ണിനു എന്റെ മഹത്വം മനസ്സിലാക്കി തന്ന വിശുദ്ധമായ ഖുർആൻ ഒരു പെണ്ണിനോട് എങ്ങനെയാ പെരുമാറേണ്ടത്, ഒരു ഭരണാധികാരി രാജ്യം എങ്ങനെ ഭരിക്കണം, ഒരു ഭരണാധികാരിയോട് എങ്ങനെ പെരുമാറണം, സാംസ്കാരിക ബോധം ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്ന ദൈവിക ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ഒരു മനുഷ്യ മനസ്സുകളെ കുറിച്ച് പറയുന്ന, സൈക്കോളജികളെ പോലും വെല്ലുന്ന വിശുദ്ധമായ ഖുർആൻ. ഗോളങ്ങളെ കുറിച്ച് പറയുന്ന, ശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന, ആകാശത്തെ കുറിച്ച് പറയുന്ന, ഭൂമിയെ കുറിച്ച് പറയുന്ന, ഏഴാകാശങ്ങൾക്കുള്ളിലുള്ളതെല്ലാം പറഞ്ഞു തരുന്ന, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു തരുന്ന, ഈ ഭൂലോകത്തുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും പറഞ്ഞു തരുന്ന, ഈ ഭൂലോകത്തുള്ള ഈ ഭൂമിയിലുള്ള അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്ന, ആകാശങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്ന, മനുഷ്യന്റെ കണ്ണിനെ കുറിച്ച് പറഞ്ഞു തരുന്ന, മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് പറഞ്ഞു തരുന്ന, മനുഷ്യന്റെ വിരലുകളെ കുറിച്ച് പറഞ്ഞു തരുന്ന, മനുഷ്യ ശരീരങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്ന, ഹൃദയങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്ന വിശുദ്ധമായ ഖുർആൻ. ഇത് മതനിയമങ്ങൾ മാത്രം പറയുന്ന ഗ്രന്ഥമല്ല വിശുദ്ധമായ ഖുർആൻ. ഇത് മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതല്ല ഈ ദൈവിക ഗ്രന്ഥം. ഈ വിശുദ്ധമായ ഖുർആൻ എന്നത് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടല്ല ഖുർആനിനെ പരിചയപ്പെടുത്തിയത്. പിന്നെ എങ്ങനെയാ ഖുർആനിനെ പരിചയപ്പെടുത്തിയതെന്നറിയുമോ? യാ അയ്യുഹന്നാസ്, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ടാ പരിചയപ്പെടുത്തിയ, ലോകത്തുള്ള എല്ലാ മനുഷ്യരാശികളെയും വിളിച്ചിട്ടാ പരിചയപ്പെടുത്തിയത്. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഗ്രന്ഥമാ, ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആൻ ഉണ്ടല്ലോ മതനിയമങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്, അതായത് പ്രചോദനം നൽകുന്നത്. പിന്നെ എന്താണെന്നറിയുമോ? ഒരു മനുഷ്യനെ നല്ല വ്യക്തിയാക്കി മാറ്റുന്ന, ഒരു സൈക്കോളജിയേക്കാൾ വെല്ലുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ശാസ്ത്രത്തെ പോലും വെല്ലുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ശാസ്ത്രലോകം പോലും ഖുർആനിന്റെ മുമ്പിൽ മുട്ടുമടക്കിയെങ്കിലേ ഈ ദൈവിക ഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ എത്രയോ അത്ഭുതമാ. അതുകൊണ്ട് ഈ ഖുർആൻ അനുസരിച്ചുകൊണ്ട് മുഅ്മിനായ മനുഷ്യ നീ ജീവിച്ചാൽ വയുബശ്ശിറുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത, യഅമലൂന സാലിഹാത്ത്, ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് സാലിഹായ പ്രവൃത്തികൾ, ചെറിയവരോട് എങ്ങനെ പെരുമാറണം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, പാവപ്പെട്ടവനോട് എങ്ങനെ പെരുമാറണം, എല്ലാം പഠിപ്പിക്കുന്ന ദൈവിക ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ നീ സാലിഹായ അമലുകൾ ചെയ്തു നീ ജീവിച്ചാൽ അന്നലഹും അജ്റൻ കബീറാ, വലിയൊരു പ്രതിഫലം നിനക്ക് ഒരുക്കി നാൾ ആഖിറത്തിൽ വെച്ചിട്ടുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ദൈവിക ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ എന്ന് ഖുർആനിലൂടെ തന്നെ ഖുർആനിനെ അല്ലാഹ് പരിചയപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് ഈ ഖുർആൻ അനുസരിച്ചുകൊണ്ട് മുഅ്മിനായ മനുഷ്യ നീ ജീവിതം നയിച്ചാൽ നീ യഥാർത്ഥ വിജയികളില് നീ ഉൾപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സാലിഹായ ആളുകളിൽ അല്ലാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.